ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ദേവൂട്ടൻ്റെ സ്കൂളിലെ ഭക്ഷ്യദിനവുമായി അനുബന്ധിച്ച് ഭക്ഷ്യ പ്രദർശനം നടക്കുകയാണ്. അപ്പോൾ പിന്നെ ഓരോ പച്ചക്കറികൾ വെച്ചുള്ള ഐറ്റംസാണ് ഉണ്ടായിക്കൊണ്ട് ചെല്ലേണ്ടത്. അപ്പോൾ ദേവൂട്ടിന് ഞാൻ പറഞ്ഞിരിക്കുന്നത് ബീട്രൂട്ട് ജ്യൂസാണ്. ബീട്രൂട്ട് ജ്യൂസ് എങ്ങനെയാണ്, എന്തായാലും ഞാൻ ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പലരും പല രീതിയിലായിരിക്കും ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ആയിരിക്കത്തില്ല നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതെന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ. ബാ. ആദ്യം ഞാൻ ഇവിടെ 3 വലിയ ബീട്രൂട്ടാണ് ഇവിടെ എടുത്ത് വച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറുനാരങ്ങ, പിന്നെ ഇഞ്ചി. ഇനി നമുക്കിതെല്ലാം ചെത്തി വൃത്തിയാക്കി കൊണ്ടുവരാം. അപ്പോൾ ഞാനതെല്ലാം റെഡിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മിക്സിയിലിട്ട് അടിക്കാനുള്ള പാകത്തിന് ഒരു ചെറിയൊരു പച്ചവെള്ളം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചി അധികം ഞാൻ എടുത്തിട്ടില്ല, കുട്ടികൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട്. നാരങ്ങ ഞാൻ കുരുവെല്ലാം കളഞ്ഞ് ഇങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് അടിക്കാനായിട്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചുകൊണ്ട് വരാം. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുട്ടികൾ പൊതുവെ മധുരത്തെ സ്നേഹിക്കുന്ന ആണല്ലോ, അപ്പം നമുക്കിതിനകത്ത് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. അപ്പം ആവശ്യത്തിന് മധുരം, കുട്ടികൾക്ക് മധുരം ഒത്തിരി ഇഷ്ടമായത് കൊണ്ടാണ് ഞാനിത് കുറച്ച് കൂടുതൽ പഞ്ചസാര ഇടുന്നത്. അപ്പോൾ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് വേണം പഞ്ചസാര ഇടാൻ. തേനാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം തേനില്ലാത്തത് കൊണ്ടാണ് ഞാൻ പഞ്ചസാര എടുക്കുന്നത്. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അടിച്ചെടുക്കാം, ഇല്ലെങ്കിൽ മിക്സിയിൽ അരയാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിനെ അരിച്ച് എടുക്കാം കേട്ടോ. ഇതിനെ നമുക്ക് അരിയാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഒരു കയ്യിൽ എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ അരിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചരിക്കുക, അരിച്ച് എടുക്കുക നമുക്ക്. അപ്പോൾ ഞാൻ ഇവിടെ ജ്യൂസ് എല്ലാം അരിച്ചൊഴിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒരു കുപ്പിയിലോട്ട് ഒഴിക്കാം. ജ്യൂസ് നല്ലോണം കുപ്പി പിടിച്ചോ. അപ്പോൾ ഇതാ കുപ്പിയിൽ ഇത്ര നിറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുടിച്ചു നോക്കണ്ടേ. ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. കുടിച്ചോ. എങ്ങനെയുണ്ട് ദിവസേ? ഒന്നും പറയണ്ട. വിഷയമാണോ? അയ്യോ, എന്ന് വെച്ചാൽ നല്ല വിഷയമാണോ? കൊള്ളാമോ? സൂപ്പർ. അപ്പൊ ദേവൂസ് കുടിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു. അപ്പൊ എന്തായാലും ഞാനും കൂടെ കുടിക്കാന്ന് വിചാരിച്ചു. അവൻ പറഞ്ഞ വിഷയമല്ല, അതുക്കും മേലെ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് അത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇത് ദോഷമുള്ള കാര്യമൊന്നും അല്ല. അപ്പം അധികം അവർ തന്നെ ഉള്ളു. നമുക്കിത് കുടിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോഴെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ. സിനി സന്തോഷ്.